ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ബംഗാളിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. കാരണം ഇവിടെ നമ്മളെ നാട്ടിലുള്ള വരുന്ന ഈ ബംഗാളികളോടൊക്കെ ചോദിക്കുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്. ഈ കടയൊക്കെ ചെറിയ തട്ടുകടയൊക്കെ നടത്തി ജീവിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയും നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ ഈ വർഗീയവാദികളെ കൊണ്ടുള്ള ശല്യമാണ്, അവരെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ്. അതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ക്രൈമിൽ ഉൾപ്പെടുന്ന ഈ ആ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിച്ചാൽ അവർ പലരും അവിടുത്തെ അനധികൃത കുടിയേറ്റക്കാരാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ അവിടെ നിന്ന് നുഴഞ്ഞേറൊന്നും വേണ്ട, ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ മമതാ ബാനർജി തയ്യാറാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ കടുത്ത കലാപം നടക്കുകയാണ്. ബംഗ്ലാദേശിൽ 1971 ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ആ യുദ്ധത്തിൽ രക്തസാക്ഷികളായ ആ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് അവിടെ ഏകദേശം 30% സംവരണം ഉണ്ടായിരുന്നു. ഈ 30 പിൻഗാമികൾക്ക് 53 വർഷം കഴിഞ്ഞു എന്ന് ആലോചിക്കുക. യുദ്ധം കഴിഞ്ഞിട്ട് 53 വർഷം കഴിയുമ്പോൾ ഈ യുദ്ധത്തിൽ ഇന്ത്യക്കാരായ ഒരുപാട് സൈനികർ പങ്കെടുത്തിട്ടുണ്ട്. സാമനേക്ഷായുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ കരസേന ജനറലായിരുന്ന സാമനേക്ഷായുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യമാണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു സംവരണം ഇല്ല. അവിടെ ഈ സംവരണം 53 വർഷങ്ങൾക്ക് ശേഷവും കൊടുക്കുമ്പം അഭ്യസ്തവിദ്യരായ ഒരുപാട്, അവിടെ അഫ്ഗാനിസ്ഥാനിലെ പോലെയല്ല, പഠിച്ച ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് ഈ ജോലി അവസരങ്ങൾ നിഷേധിക്കപ്പെടുക. കാരണം മൊത്തം ശതമാനം 58% റിസർവേഷന്റെ ശതമാനം. ഈ 58 കഴിഞ്ഞാൽ ബാക്കി 42 മാത്രമേ ഈ പൊതു മെറിറ്റിൽ നിന്നുള്ള നിയമനങ്ങൾ നടക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ പ്രക്ഷോഭമൊക്കെ നടന്നിരുന്നു. പ്രക്ഷോഭം നടന്നു പറഞ്ഞാൽ ഇത് 2018 ഇത് എടുത്തു കളഞ്ഞിരുന്നു. ഇവർക്കുണ്ടായിരുന്ന ഈ സംവരണം അത് എടുത്തു കളഞ്ഞത് പിന്നീട് ഇത് രണ്ടാമത് 30% സംവരണം പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ വിധി വന്നപ്പോഴാണ് കുട്ടികൾ, സർവകലാശാലകളിൽ നിന്നുള്ള, കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുഴുവൻ തെരുവിലിറങ്ങി, യുവജനങ്ങൾ തെരുവിലിറങ്ങി. ഈ തെരുവിലിറങ്ങിയതിന്റെ ബാക്കിയായിട്ട് കുറെ പേര് കൊല്ലപ്പെട്ടു. കാരണം സർക്കാരിന് ഇപ്പോൾ കോടതി ഉത്തരവ് നടപ്പിലാക്കാനല്ലേ പറ്റുള്ളൂ. എന്നാൽ ഇപ്പം അവരുടെ സുപ്രീം കോടതി അത് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ഈ സുപ്രീം കോടതി റദ്ദാക്കുകയും അത് 8% കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഈ ഇന്റർനെറ്റ് വിലക്കുണ്ട്, നിരോധനാജ്ഞയുണ്ട്, കണ്ടാലുടൻ അക്രമകാരികളെ കണ്ടാലുടൻ വെടിവെക്കാൻ ഇപ്പൊ ഈ സംവരണം 30% തന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും തീവ്രവാദികൾ. അപ്പൊ അവരെ കണ്ടാൽ വെടിവെക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. മമതാ ബാനർജി പറഞ്ഞത് ബംഗ്ലാദേശ് പ്രക്ഷോഭത്തെ തുടർന്ന് അഭയാർത്ഥികളാവുന്ന ആളുകൾക്ക് ഞങ്ങളുടെ വാതിലുകൾ തുറന്നിടും. ഇവരാരാ വാതിൽ തുറന്നിടാൻ? ഇതൊരു രാജ്യമല്ലേ തീരുമാനിക്കണേ? ശ്രീലങ്കക്കാരെ ഞങ്ങൾ സ്വീകരിക്കുന്നത് തമിഴ്നാടിന് പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. മ്യാൻമാറുകാരെ ഞങ്ങൾ സ്വീകരിക്കുന്നത് അരുണാചൽ പ്രദേശിന് പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാനേ പറ്റില്ല. രാജ്യത്തിന്റെ അതിർത്തിയാണ്. രാജ്യത്ത് ഉള്ള പൗരന്മാരായിട്ടാണ് വരേണ്ടവർ. അവിടെ ആരെയൊക്കെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കേണ്ട എന്നത് കേന്ദ്ര ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. രാജ്യത്തിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നത്. മമതാ ബാനർജി ഏകപക്ഷീയമായി ആളുകളെ ആവശ്യം കൊള്ളിക്കാൻ വേണ്ടി പറയുന്നതാണ്. നടക്കാത്ത കാര്യമാണത്. അതിപ്പോൾ പിണറായി വിജയൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ്. CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത്. CAA അവിടെ നടപ്പിലാക്കാൻ വിചാരിച്ചാലും നടപ്പിലാവും. കേരളത്തിൽ CAA പ്രകാരമുള്ള ഇവിടെ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ആരും അപേക്ഷിച്ചിട്ടില്ല. കാരണം ഇവിടെ അഭയാർത്ഥികളായി ആരുമില്ല. പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഒന്നുമുള്ള ഒരാൾ പോലും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആൾക്കാരെ ആവേശം കൊള്ളിക്കാനും അവരെ പൊട്ടന്മാരാക്കാനും വേണ്ടിയിട്ട് പറയുന്നതാണ്, വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. മമതാ ബാനർജി പക്ഷേ ഈ പണി കുറേ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു പുഴയ്ക്ക് അക്കരയ്ക്കരിയാണ്. ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ട് കല്യാണം കഴിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിക്കുകയൊക്കെ പരിപാടിയുണ്ട്. എന്നിട്ട് ഇവരെ പലരെയും അങ്ങനെ കല്യാണം കഴിച്ചു പോകുന്നത് പോട്ടെ, അല്ലാതെ ഈ ബംഗ്ലാദേശികൾ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മതമൗലികവാദികളായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്. അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം നമുക്കറിയാലോ. അപ്പോൾ ഷെയ്ഖ് ഹസീന വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് അതിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ നരേന്ദ്രമോദി അവരുടെ റെയിൽവേ ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോയത്. ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലാണ് പോകുന്നത്. അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിരീശ്വരവാദികളായ മുസ്ലിം ചെറുപ്പക്കാരെ കൊന്നുകളയും, മതമില്ലാത്തവരെന്ന് പറഞ്ഞിട്ട് കൊന്നുകളയുകയാണ്. അതായിരുന്നു പരിപാടി. പിന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ, ഹിന്ദു, സിഖ് സമുദായത്തിൽപ്പെട്ടവരെയും കൊല്ലുക. അങ്ങനെ വന്നപ്പോഴാണ് ഷെയ്ഖ് ഹസീന കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തീവ്രവാദികൾ പിന്നീട് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ ഇങ്ങോട്ട് കയറുക. ഇവിടെ വന്നാലും ഈ തീവ്രവാദമല്ലേ ഇവരുടെ മനസ്സിലുള്ളത്. മമതാ ബാനർജി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുക, അവർക്ക് വീട് വെക്കാൻ സഹായം കൊടുക്കുക, അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സഹായം കൊടുക്കുക,
പിന്നെ അവർക്ക് തീവ്രവാദ പ്രവർത്തനം നടത്താനുള്ള സഹായം കൂടി കൊടുക്കുക, വോട്ടർ ID ചേർക്കുക, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക തൃണമൂൽ കോൺഗ്രസ്സുകാരെ ഉപയോഗിച്ചിട്ട്. അങ്ങനെ ആ വോട്ട് ബാങ്ക് വെച്ചിട്ട് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കും. ഈ വോട്ട് ബാങ്ക് വെച്ചിട്ടാണ് കഴിഞ്ഞ ഏതാനും പ്രാവശ്യങ്ങളായിട്ട് മമതാ ബാനർജി അവിടെ ഇങ്ങനെ അധികാരം പിടിച്ചു നിർത്തുന്നത്. തനി തോന്നിവാസമാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം മണിപ്പൂരിലെ തീവ്രവാദികളൊക്കെ നാളെ ഒരിക്കൽ പിന്നെ ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടവരാ. അവരെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും രാജ്യം സ്വീകരിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും അക്രമ പരമ്പര നടത്തിയ ആൾക്കാരെ ഈ വേറെ ഏതെങ്കിലും രാജ്യം അവരെ അഭയാർത്ഥികളായിട്ട് പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയല്ലല്ലോ. ഇവർ അവിടെ പോയാലും തന്നെയല്ലേ നടത്തുക. അപ്പം ശരിക്കും പറഞ്ഞാലും മമതാ ബാനർജി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. മമതാ ബാനർജി ചെയ്യുന്നത് ശരിക്കും ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ കാലങ്ങളായിട്ട് അധികാരത്തിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പുറത്ത് ഭൂരിപക്ഷ സമുദായത്തിൽ പെട്ടവർ, അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, ഇക്വാലിറ്റിയിലാണ് ഏറെക്കുറെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെ അത്ര കണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്നിട്ട് അവർക്കെല്ലാം വോട്ടേഴ്സ് ID ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കളികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം പിന്നെ അതുമാത്രമല്ല, അവിടെ നിന്ന് വന്നിട്ടുള്ള ഈ ഇപ്പം ഹൈന്ദവ സമുദായത്തിലൊക്കെ പെട്ട ആളുകൾ പലരും ഈ പിന്നെ ഇപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ട് ജോലിയെടുത്ത് ജീവിക്കുകയാണ്. നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇവരെ ഈ അക്രമം കൊണ്ട്. അവരാരും വോട്ട് ചെയ്യാനും പോണില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യാതിരിക്കുകയും മറ്റവർ ഒന്നായിട്ട് വന്ന് വോട്ട് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മമതാ ബാനർജി ഇത്രയും സീറ്റുകളിലൊക്കെ വിജയിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മമതാ ബാനർജി ഇത് പറഞ്ഞത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥികളല്ല, അവിടെ നിന്നുള്ള തീവ്രവാദികൾ എന്ന് തന്നെയാണ് മലയാളം. ആ തീവ്രവാദികൾക്ക് ഞങ്ങളുടെ വാതിലുകൾ തുറന്നിടും. എന്നിട്ട് അവരിവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ഭൂമി പതിച്ചു കൊടുക്കും, വീട് വെച്ച് കൊടുക്കും, അവർക്ക് പിന്നെ വോട്ടർ ID ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കും. സുഖമല്ലേ? പിന്നെ ഇവരെ ഗുണ്ടകളായിട്ട് ഉപയോഗിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ വല്ലാത്തൊരു അപകടകരമായിട്ടുള്ള നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന, രാജ്യത്തിന്റെ പിന്നെ ദേശീയ താല്പര്യങ്ങളെ തകർക്കുന്ന, രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന നിലപാടിലേക്കാണ് മമതാ ബാനർജി പോകുന്നത്. പക്ഷെ മമതാ ബാനർജിക്ക് രാജ്യം എന്തായാലും വേണ്ടില്ല, കുട്ടിച്ചോറായാലും വേണ്ടില്ല, ബംഗാൾ തകർന്നാലും വേണ്ടില്ല, ഒന്നും പ്രശ്നമല്ല, അധികാരത്തിൽ തുടർന്നാൽ മതി. തനിക്ക് ശേഷം പിന്നെ മരുമകൻ അഭിഷേക് ബാനർജിയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതിനപ്പുറത്ത്, ആ വ്യക്തിപരമായ താല്പര്യത്തിനപ്പുറത്ത് ഏറെക്കുറെ പിണറായി വിജയന്റെ പെങ്ങളായിട്ട് വരും. ധാർഷ്ട്യവും അഹങ്കാരവും ഭയങ്കര. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അണികളെ വെച്ച് ഈ രക്ഷാപ്രവർത്തനം അവിടെയുണ്ട്. അണികളെ വെച്ച് പിന്നെ തല്ലിപ്പിക്കുക. നമ്മൾ കണ്ടല്ലോ വികലാംഗനെ വരെ തല്ലുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനമാണ് ബംഗാളിലും ഇവിടെ നടക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ഗുണ്ടായിസം നടത്തുന്ന പിന്നെ രണ്ട് ഭരണത്തലവന്മാരുടെ അറിവോട് കൂടിയിട്ട് ഗുണ്ടായിസം നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കേരളവും പശ്ചിമ ബംഗാളുമാണ്. പറയുമ്പോൾ അവിടെ ഒരു രണ്ടു കൂട്ടർ എതിർപ്പാണ്. അവിടെ CPM തൃണമൂൽ കോൺഗ്രസ്സുകാരുടെ അടികിട്ടുക, അവർക്ക് അടികിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്രാവശ്യം നിന്നിട്ട് ഒരു സീറ്റ് പോലും കിട്ടിയില്ല ലോക്സഭയിലേക്ക്. ആ അവസ്ഥയിലെത്തി. പക്ഷേ എന്നാലും ഇവർ പഠിക്കില്ല. കാരണം അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും കാര്യത്തിൽ ഇവർ ആങ്ങളെ പെങ്ങന്മാർ തന്നെയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടത്. ഇത് ഈ പിന്നെ എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നില്ല. ഇവിടെ CAയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ചു. അവിടെ എന്ത് ചെയ്യുക? ഈ അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുക. അത് രാജ്യത്തെ തകർക്കുന്ന ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. എന്തായിരുന്നാലും കേന്ദ്രം ശക്തമായി ഇടപെടും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബംഗ്ലാദേശിൽ പ്രശ്നം ഉണ്ടാക്കണവരെ, അവിടെ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരെ, അവിടെ പിന്നെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും സിഖുകാരെയും അതോടൊപ്പം തന്നെ പിന്നെ പുരോഗമനപരമായി ചിന്തിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെയും കൊന്നുകളയുന്നവരെ, കവിത എഴുതിയതിന്റെ പേരിലൊക്കെ കൊല്ലണതേ, കവിത എഴുതിയതിന്റെ പേരിലൊക്കെ ഓരോരുത്തരെ കൊന്നുകളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വീകരിക്കുന്ന മമതയുടെ നിലപാടിനെതിരെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ഒരാളെ, രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരാളെ ഇവർ ഈ സഖ്യത്തിന്റെ ഭാഗമായിട്ട് എത്ര കാലം കൂട്ടിക്കൊണ്ടു പോകും? അപ്പോൾ ഇവരുടെ താല്പര്യം എന്താ? ലീഡ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണല്ലോ. രാഹുൽ ഗാന്ധിയുടെ താല്പര്യം ഇപ്പം എന്താ? എന്തെങ്കിലും ആയിക്കോട്ടെ എന്നോ. അപ്പോൾ ഈ രാജ്യത്തോട് സ്നേഹമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നാലും പിന്നെ ഇന്ത്യ സഖ്യം ശരിക്കും പറഞ്ഞാൽ ഇവരെ എടുത്ത് പുറത്തു കളിയാണ് വേണ്ടത്. ചെയ്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഇന്ത്യ സഖ്യത്തിന് ഒരു താല്പര്യവും ഈ രാജ്യത്തോടില്ല, ഈ രാജ്യത്തോട് കൂറില്ല, ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.